വെൽക്കം ടു മമ്മാസ് കിച്ചൻ. പാച്ചോർ അല്ലെങ്കിൽ അരി പറ്റിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഗൃഹാതുരത്വ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പലഹാരമാണ്. വീട്ടിൽ തന്നെ റെഡി അവൈലബിൾ ആയിട്ടുള്ള പച്ചരിയും തേങ്ങയും ശർക്കരയും പഴവും ചേർത്ത് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു പലഹാരമായി തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ മണർകാട് പള്ളിയിൽ 8 നോമ്പ് ആചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാച്ചോർ നേർച്ച വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ ഇന്നും നേർച്ചയായി വിളമ്പാറുള്ള ഈ വിഭവം പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാക്കിയിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രുചികരമായ ഈ പലഹാരത്തിന്റെ റെസിപ്പിയാണ് മമ്മാസ് കിച്ചണിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതായത് ചില സ്ഥലങ്ങളിൽ ഇതിനെ പാച്ചോറെന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ അരി പറ്റിച്ചതെന്നും പറയും. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ അളവ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയാണ്. അത് പ്രത്യേകിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. പച്ചരി ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടിക്കോളും. പിന്നെ നമുക്ക് ഒരു 1/4 മുറി പച്ച തേങ്ങ, ഒരു അരയുണ്ട ശർക്കര, മറയൂർ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഉപ്പില്ലാത്ത ശർക്കര, പിന്നെ ഒരു നേന്ത്രപ്പഴം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ചേർത്തത് വേവിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയുണ്ട് ഈ പാച്ചോറിന്. പിന്നെ ഒരു 3-4 ഏലക്കായും ഒരു സ്വല്പം സാധാരണ ചെറിയ ജീരകവും, അതൊരു ടേസ്റ്റിന് വേണ്ടി ലാസ്റ്റ് അതിലേക്ക് ചേർക്കണതാണ്. ഇത്രയും വിഭവങ്ങൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. ഇത് നമുക്ക് 4 മണിക്ക് ഒരു പലഹാരമായിട്ടും സാധാരണ പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ ഇതൊക്കെ നാമാവശേഷമായി പോയി, പള്ളികളിലൊക്കെ വഴിപാടുകളായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഇത് നല്ല രീതിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോ കിട്ടുന്ന ഒരു പലഹാരമാണ് വീട്ടിലെ പാച്ചോറ്. ഇതിനായിട്ട് നമ്മള് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഈ ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് ചൂടാകണം. അതില് ആവശ്യത്തിന് ഇതിനനുസരിച്ച് ഒരു സ്വല്പം ഉപ്പും ചേർക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടി. അരി വേവിക്കാനുള്ളതല്ലേ. ഈ വെള്ളം ചൂടായി കഴിയുമ്പോൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടണം. നമ്മള് ഈ ചൂടായ വെള്ളത്തിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടുക. നമ്മള് ഇത് ഇട്ട് കഴിഞ്ഞ് ഫുൾ ഫ്ലെയിമിൽ തീ കത്തിക്കണം, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരിക്കണം. ഇത് പകുതി വേവായി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണത്. പകുതി വേവാവണ് നമുക്കിതില് നോക്കുമ്പോ അറിയാലോ. തിളച്ച് വരുമ്പോ ഇളക്കിക്കൊണ്ടിരിക്കണ ഇടയ്ക്ക്. അരി വേവണ പാകം നമുക്ക് അറിയാവുന്നതല്ലേ. പെട്ടെന്ന് വേവും പച്ചരി ആവുമ്പോ. ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഒരു പകുതി വേവാവണേന് ഒരു 5 മിനിറ്റ് മതി. പകുതി വേവായി കഴിയുമ്പോ ഈ എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കണം, തേങ്ങയും ചേർക്കണം. പിന്നെ കുറച്ചുകൂടി വെന്ത് കഴിയുമ്പോഴാ ശർക്കര ചേർക്കണം. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവ് ഒരുപാട് ഉണ്ടാവൂല. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ വേവ് കല്ലിച്ച പോലെയാവും നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് വേവ് ഒരുവിധമായി കഴിയുമ്പോഴാ ശർക്കര ചേർക്കണം. ഇനി നമുക്ക് അരിയുടെ വേവ് ഒന്ന് നോക്കാം. നമ്മൾ ചേർത്ത അരി ഒരു പകുതി വേവായിട്ടുണ്ട്. ഇപ്പൊ ഇത് ഹാഫ് ബോയിൽഡ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കാം. അപ്പൊ ഇത് കിടന്ന് ഈ പഴം അതിലേക്ക് ചേർന്ന് വെന്തലിഞ്ഞു വരും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കി കഴിയുമ്പോൾ. ഇനി ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കണം. ഇതൊന്ന് മയായിട്ട് വെന്ത് കഴിയുമ്പോ ഈ പഴം, പിന്നെ ലാസ്റ്റാണ് ശർക്കര ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്തത് ഏതാണ്ട് വെന്ത് ഒരുവിധം അതിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കാണിച്ച് പഴം വെന്ത് ഇനി അതിലേക്ക് അലുത്തി ചേരും. അപ്പൊ ഈ പരുവത്തിന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. വേവ് ഒരു 3/4 ആയി ഇതിന്റെ.
അരിയുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് സ്മെല്ലൊക്കെ വന്നില്ലേ? ഇനി എത്ര നേരം ഇത്? ഇനി ആ അരിയുടെയും പഴത്തിൻ്റെയും കൂടെ ആ വേവിൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ വന്നത്. ഇനി ഒരു കഷ്ടി ഒരു 5-6 മിനിറ്റ് വേണമായിരിക്കും. ഞാൻ ശരിക്കും ഇതിൻ്റെ ടൈം അങ്ങനെ നോക്കിയിട്ടില്ല, സ്ഥിരം ഉണ്ടാക്കണോണ്ടേ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല. അതാ തേങ്ങ ഒന്ന് വെന്ത് വരണമല്ലേ? തേങ്ങ ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഈ ശർക്കര അങ്ങ് ചേർക്കും. ചിലർ ഈ ശർക്കര അരി ഇങ്ങനെ നുറുക്കിയെടുക്കണ കൂടാതെ അത് പാനിയാക്കിയേക്ക് ചേർക്കും. അത് ഇച്ചിരിയോടെ നല്ലതാണ്. ഞാൻ പിന്നെ എളുപ്പ മാർഗത്തിൽ ഇപ്പം ചെയ്യണമെന്നേ ഉള്ളൂ. ശർക്കര അരിഞ്ഞ് ചേർക്കണം. അരിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലേക്ക് ആക്കണം തീയ. പിന്നെ അതിൽ കിടന്ന് വേവണം. അധികം വറ്റാനില്ലല്ലോ വെള്ളം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ശർക്കര ചേർക്കാം. ഏതാണ്ടായി തുടങ്ങി. തേങ്ങയൊക്കെ ഒരുവിധം വെന്ത് ഇത് കുറുകി വറ്റി വന്ന സമയമായി. അപ്പം ഇതിലേക്ക് നമ്മളിനി ഈ ചീമ്പി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കുക. മറയൂർ ശർക്കര. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യിക്കണം. പാനിയാണെങ്കിൽ ഉരുക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത വെള്ളാംശം കൊണ്ട് ഇതായി ചേർന്ന് പൊക്കോളും. എനിക്കിപ്പോൾ പാനി ഉരുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ശർക്കര ചീമ്പി ചേർക്കുക. എളുപ്പമാർക്കും. എത്ര നേരം ഇളക്കണം? ഇത് അങ്ങനെ ഒന്ന് മിക്സ് ആയാൽ മതി. സ്വയം ആയിക്കോളും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ അതൊക്കെ അലിഞ്ഞ് അതിലേക്ക് ചേർന്നോളൂ. പിന്നെ ഒരു വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റണം. അതാണ് അതിൻ്റെ പാകം. സ്വല്പം വെള്ളാംശത്തോട് കൂടിയാട്ടോ നമ്മൾ വാങ്ങണേ. പിന്നെ ഇരുന്ന് വറ്റും. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർക്കാം. ഇത് നമുക്കിത് പാകാം. കറക്റ്റാ. കഷ്ടി ഒരു 1/4 ഉണ്ട അമ്മ ചേർത്തിട്ടുണ്ട് ഇതിൽ. ഇനിയിപ്പം നമുക്ക് ഇത് വേവ് നന്നായിട്ടായി കഴിഞ്ഞു ഓൾറെഡി. ഇനി അതിലുള്ള വെള്ളാംശം ശർക്കരയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ കോരി പ്ലേറ്റിലാക്കി കഴിയുമ്പോൾ അത് വറ്റിക്കോളും. ഈ പാകത്തിന് നമ്മൾ ഓഫ് ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ കണ്ടമാനം ഡ്രൈ ആയി പോകും. ഈ ബബിൾസ് വരുമ്പോൾ ബബിൾസ് ഒന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതായത് സ്വല്പം കുഴമ്പ് പാകം ഇങ്ങനെയുള്ള ഈ പാകത്തിന് നമ്മൾ ഏലക്കായും ജീരകവും പൊടിച്ചതിട്ടേച്ച് ഒന്ന് ഇളക്കി ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് നമ്മൾ ഏത് പാത്രങ്ങളിലാണെന്ന് വെച്ചാൽ അത് കോരി വെക്കണം. കോരി വെച്ച് കഴിയുമ്പോൾ അതിലിരുന്നൊന്ന് ഉറയ്ക്കും. അപ്പോഴേ നല്ല കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനാവും. നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർക്കുക. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സ്വല്പമേ ചേർക്കണോളൂ. ജീരകവും ഏലക്കയും പൊടിച്ചത് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഏലക്കായും ജീരകവും പൊടിച്ചത്. നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ സ്വല്പം കാഷ്യൂം ഉണക്കമുന്തിരിങ്ങയും സ്വല്പം നെയ്യ് ചേർത്ത് വഴറ്റി ഇതിലേക്ക് ചേർക്കണം. അതോടുകൂടി പാച്ചോർ അല്ലെങ്കിൽ അരി പറ്റിച്ചത് റെഡിയാവും. ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തല്ല, ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പം നെയ്യുടെ ഒരു സ്വാദം കിട്ടും, നല്ലതുമായിരിക്കും. നെയ്യിട്ട് മൂപ്പിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഇടയ്ക്കൊക്കെ മുന്തിരിങ്ങയുടെ ഇടുക ഇതിലേക്ക്. ബബിളായിട്ട് നല്ല രസമാണ്. ഇനി നമ്മൾ ഇത് മൂത്തത് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. നല്ലൊരു സ്മെല്ലില്ലേ നെയ്യുടെ? നെയ്യ് ഒരു സ്വല്പം നെയ്യ് ചേർത്താൽ മതി. അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല സ്മെല്ല്. അത് നെയ്യുടെയൊക്കെ സ്മെല്ല, ശർക്കര ഉരുകിയതിൻ്റെയും
നെയ്യുടെ. ഇനി നമുക്ക് ഒരു ഡിഷിലേക്ക് ഇത് പകർത്താം. അങ്ങനെ നമ്മുടെ പാച്ചോർ അല്ലെങ്കിൽ അരി പറ്റിച്ചത് റെഡി ആയിരിക്കണം. ഇനി ഇത് നമ്മൾ ചൂടാറുന്നത് വരെ തുറന്നിരിക്കണം ഈ പാത്രം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയോടുകൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായിപ്പോവും, പെട്ടെന്ന് കേടായിപ്പോവും. മറ്റേ തണുത്ത് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ സമയം വരെയും കേടാകാതെ ഇരിക്കും. വൈകിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. വെച്ചില്ലെങ്കിലും ഇതിൽ നിന്ന് കോരാതെ ഇതേപടി വെക്കുവാണെങ്കിൽ ഒരു ദിവസം അനങ്ങാതിരിക്കുവാണെങ്കിൽ ഇത് പുറത്തിരുന്നാലും കേടാവൂല. തേങ്ങ കിടന്ന് വേവണത് കൊണ്ടേ മറ്റേ ഇളക്കി ഇതിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചീത്തയായി പോവും. അപ്പൊ സൂക്ഷിച്ചു വെക്കാനുള്ളതാണെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇതുപോലെ നിരത്തോട് നേരെ ഇരുന്നോളും, ചീത്തയാവാതെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നാടൻ 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ രുചികരവും കൂടിയാണ്. ആ പഴത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഇതിൽ അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ പുളിരസവും ഒക്കെ നമുക്ക് വളരെ ആസ്വാദ്യകരമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് ലെറ്റേഴ്സിൽ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മമ്മാസ് കിച്ചണിൽ ഇനിയും ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. വീണ്ടും കാണും വരേക്കും ബൈ ബൈ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് മമ്മാസ് കിച്ചൺ. Take care. See you. Bye bye.